Hi friends, എല്ലാവർക്കും യമ്മി ഫുഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പി തന്നെ തയ്യാറാക്കാം. ഒരു സ്നാക്സ് ആണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് സോയ ചങ്ക്സ് ആണ്. അപ്പോൾ സോയ ചങ്ക്സ് കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ സ്നാക്സ് നമുക്ക് തയ്യാറാക്കുക എങ്ങനെ നോക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പി തന്നെയാണിത്. അപ്പോൾ റമദാനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റി സ്നാക്സ് തന്നെയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നോൺ വെജ് ഒന്നും ചേർക്കാതെ തന്നെ നോൺ വെജിൻ്റെ ചെറിയൊരു ടേസ്റ്റിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിന് വേണ്ടി ഞാനിപ്പോൾ 2 കപ്പ് സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് എടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വേവിക്കുക. വേവിച്ചെടുക്കുമ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി വരും. ആ സമയത്ത് ഫ്ലെയിം കുറയ്ക്കുക. അങ്ങനെ 10 മിനിറ്റോളം റിപ്പീറ്റ് ചെയ്യുമ്പോഴേക്കും ഇത് വെന്തിട്ടുണ്ടാവും. ഒരു 90% വെന്താൽ മതി. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമല്ലോ, ആ സമയത്ത് വെന്തോളും. ഇപ്പം നമ്മുടെ സോയ ചങ്ക്സ് ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റവിൽ നിന്ന് മാറ്റാം. സ്റ്റവിൽ നിന്ന് മാറ്റിയിട്ട് ഒരു അരിപ്പയിലേക്ക് അരിച്ചെടുക്കുക. ഇതിലത്തെ വെള്ളമൊക്കെ വാർന്നു പോയിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് നോർമൽ വെള്ളം കുറച്ചധികം തന്നെ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചതിന് ശേഷം ഇത് കൈകൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. പിഴിഞ്ഞെടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി വെക്കുക. കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പിഴിയണം കേട്ടോ. വെള്ളമൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് നന്നായിട്ട് പോകണം. അങ്ങനെ പിഴിഞ്ഞെടുക്കുക. ഞാൻ മുഴുവനായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് 5 അല്ലി വെളുത്തുള്ളിയും ചെറിയ 2 കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണോളം മഞ്ഞൾ ചേർത്ത് കൊടുക്കണം. ഇനി എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കുരുമുളകിൻ്റെ അളവും അതുപോലെ തന്നെ മുളക് പൊടിയുടെ അളവൊക്കെ കൂട്ടി കൊടുക്കുക. നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേസ്റ്റായി പോകേണ്ട, ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്താൽ മതി. അരച്ചെടുത്തത് ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞതും ഒരു പിടി മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇത് നന്നായിട്ട് കുഴച്ചെടുത്ത സമയത്ത് കുറച്ചൊരു ലൂസായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ചുകൂടെ കടലമാവ് ചേർത്തിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ കൈകളിൽ ഉരുളകളാക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടണം. ആ ഒരു പരുവത്തിലാണ് നമുക്കിത് വേണ്ടത്. അപ്പോൾ ഞാനിതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു അടികട്ടിയുള്ള പാത്രത്തിൽ നല്ല ചൂടായിട്ട് എണ്ണയിലേക്ക് മീഡിയം ഫ്ലെയിമിൽ ഈ ബോൾസൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ച് വലിയ ബോൾസ് ആണെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കുക. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ അത്ര ആയിട്ടുണ്ടാവില്ല. പുറം ഭാഗം പെട്ടെന്ന് തന്നെ അത് ഗോൾഡൻ ഷെയ്ഡായി കിട്ടും. ഒരു ഗോൾഡൻ ഷെയ്ഡായി കഴിഞ്ഞാൽ എണ്ണയിൽ നിന്ന് മാറ്റുക. ഈ ഒരു ഷേപ്പിലും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിലും ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. എണ്ണയിലേക്ക് ഇടുമ്പോൾ പൊട്ടിപ്പോകുന്നുള്ള പേടിയോ ഒന്നും വേണ്ട. കറക്റ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അത് കിട്ടും. ഇതും ഒരു ഗോൾഡൻ ഷെയ്ഡായി കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇത് എണ്ണയിൽ പൊരിച്ചെടുക്കുന്നതാണെങ്കിലും ഇത് ഡ്രൈ ആയിട്ടാണ് ഉണ്ടാവുക. എണ്ണ ഒരുപാടൊന്നും വലിച്ചെടുക്കാത്ത ഒരു സ്നാക്സ് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.